ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളത് മൂവാറ്റുപുഴ നെഹ്റു പാർക്ക് കഴിഞ്ഞിട്ട് പെരുമ്പാവൂർക്ക് വരുന്ന ഡയറക്ഷനിൽ ആദ്യം കാണുന്ന സിഗ്നലിങ്ങാണ്. ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്തേക്ക് പോകാം. നേരെ പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ കാലടി, മറ്റൊരു വഴി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാം. പത്തനംതിട്ട, കോട്ടയം ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ തൊടുപുഴ ഭാഗത്ത് നിന്ന് എയർപോർട്ടിലേക്ക് വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൂവാറ്റുപുഴ ഈ സിഗ്നലിങ്ങിൽ നിന്ന് മാപ്പിൽ നോക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ മാപ്പിൽ എയർപോർട്ടിലേക്ക് ദൂരം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ ബ്ലോക്കിൽ പെടാനുള്ള അവസരം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാലടിയും പെരുമ്പാവൂരൊന്നും ടച്ച് ചെയ്യാതെ എയർപോർട്ടിലേക്ക് പോകാനുള്ളൊരു മറ്റൊരു റൂട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിരിക്കുന്നത് മൂന്നാർ അല്ലെങ്കിൽ കോതമംഗലം ഭാഗത്തുനിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും പെരുമ്പാവൂർ ടച്ച് ചെയ്യാതെ പോകുന്നൊരു വഴിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കൃത്യം ഈ സിഗ്നലിൽ നിന്ന് 9.8 കിലോമീറ്റർ, അതായത് 10 കിലോമീറ്റർ താഴെ വരുമ്പോഴാണ് നമുക്ക് റൈറ്റ് കട്ട് ചെയ്യണം. അതായത് ഈ MC റോട്ടിൽ നിന്ന് നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് പോകണം. കൃത്യം 9.8 കിലോമീറ്റർ. കൃത്യം എല്ലാ വഴികളും എല്ലാ ടേണിങ്ങും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും ഈ വീഡിയോ 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ വഴിയിലൂടെ നമുക്ക് പോകാവുന്നതാണ്. നമുക്ക് റൈറ്റ് തിരിയേണ്ട സ്ഥലമായിട്ടുണ്ട്. ഏകദേശം ആലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കൃത്യം 9.8 കിലോമീറ്റർ കഴിയുമ്പോൾ ഇവിടുന്ന് ടേൺ ചെയ്യുകയാണ്. കീഴിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇനി ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് നേരെ കുറുപ്പമ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. കുറുപ്പമ്പടി ചെല്ലുമ്പോഴാണ് കുറുപ്പമ്പടിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പെരുമ്പാവൂർക്ക് പോകാം. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കോതമംഗലം പോകാം. നേരെ പോയി കഴിഞ്ഞാൽ മലയാറ്റൂർ പോകാം. നമുക്ക് പോകേണ്ടത് മലയാറ്റൂർ റൂട്ടിലേക്കാണ്. അത് വഴിയെ കാണിച്ചു തരാം. കൃത്യമായിട്ടുള്ള വീഡിയോയിൽ ടേണിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ വഴി തെറ്റാനായിട്ട് യാതൊരുവിധ സാഹചര്യമില്ല. ഈ വഴിയിൽ നിന്ന് കൃത്യം ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞ് ചെല്ലുന്ന ജംഗ്ഷനാണ് കുറുപ്പമ്പടി ജംഗ്ഷൻ. കൃത്യം കിലോമീറ്ററാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. വളരെ കൃത്യമായിട്ടുള്ളൊരു കിലോമീറ്ററാണ്. നമ്മുടെ വാഹനം ഓടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തൊരു കിലോമീറ്ററാണ്. അപ്പോൾ കുറിച്ചിലക്കോട് ചെന്നിട്ടാണ് നമുക്ക് മലയാറ്റൂർ പോകേണ്ടത്. ഈ വഴികളും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ കണ്ടാൽ വലിയൊരു സ്റ്റീലിൻ്റെ ഒരു കെട്ടിടമാണ്. വലിയൊരു കെട്ടിടമാണ്, സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ കെട്ടിടമാണ്. അപ്പോൾ ഈ വഴി കുറച്ച് മോശമുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. കുറച്ച് മോശമുള്ളൊരു വഴിയാണ്. നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും 1.5 മണിക്കൂറൊക്കെ ട്രാഫിക് ജാം കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നവർ ഈ വഴി പോയാൽ മതി. 1.25 മണിക്കൂറൊക്കെ റെഡ് കളറിലൊക്കെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വഴി വരാം. യാതൊന്നും നോക്കണ്ട, തീർച്ചയായിട്ടും നമുക്ക് ഈ വഴി തന്നെ വരാം. അതുപോലെ തന്നെ കോതമംഗലത്ത് നിന്ന് വന്നവർക്ക് തീർച്ചയായിട്ടും കുറുപ്പമ്പടി തൊട്ട് നമ്മൾ ഈ പറയുന്ന വഴി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലോക്കില്ലാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു സൈൻ ബോർഡ് കണ്ടോ? നേരെ പോയി കഴിഞ്ഞാൽ കുറുപ്പമ്പടി, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ പുല്ലുവഴി എന്നുള്ള സൈൻ ബോർഡാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റും. വഴികളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത് വരുന്ന ഈ ജംഗ്ഷനാണ് നെല്ലിമൂലം എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ഇവിടുന്ന് നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്, എങ്ങും തിരിയാനില്ല. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പുല്ലുവഴി, അതുവഴി നമുക്ക് പെരുമ്പാവൂർ പോകാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. കൃത്യമായിട്ട് ബിൽഡിങ്ങുകളും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. നെല്ലിമൂലം എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ഇനി ഇവിടുന്ന് ഏകദേശം നമുക്ക് 3 കിലോമീറ്റർ ഉണ്ട് കുറുപ്പമ്പടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഈ കുറുപ്പമ്പടി ജംഗ്ഷനിൽ വരുമ്പോഴാണ് കോതമംഗലം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വഴി വരുന്നത് എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അവർക്ക് പെരുമ്പാവൂരും കാലടിയിൽ നിന്ന് ടച്ച് ആവേണ്ട തന്നെ കുറുപ്പമ്പടി ജംഗ്ഷനിൽ വരുമ്പോൾ റൈറ്റ്, നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ നേരെയാണ് പോകേണ്ടത്. പക്ഷേ കോതമംഗലം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കുറുപ്പമ്പടി ജംഗ്ഷനിൽ വരുമ്പോൾ റൈറ്റിലാണ് പോകേണ്ടത്. തീർച്ചയായിട്ടും ആ ജംഗ്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ വഴി 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ആർക്കും വരാവുന്നൊരു വഴിയാണ്. എല്ലാം മെയിനായിട്ടുള്ള എല്ലാ റോഡ് സൈഡിലെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു പാലമൊക്കെ കയറി നമ്മൾ നേരെ ഇനി ഒരു 2 കിലോമീറ്റർ കൂടി കഴിയുമ്പോഴാണ് കുറുപ്പമ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എങ്ങും തിരിയാനില്ല, നമുക്ക് നേരെയാണ് തന്നെ പോകേണ്ടത്. കുറുപ്പമ്പടി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കോതമംഗലമാണ്. അപ്പോൾ കോതമംഗലത്ത് വന്നവർക്ക് തീർച്ചയായിട്ടും കുറുപ്പമ്പടി ജംഗ്ഷനിൽ വരുമ്പോൾ നേരെ റൈറ്റ് തന്നെയാണ് കയറി പോകേണ്ടത്. റൈറ്റ് പോയി കഴിഞ്ഞാൽ മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. മലയാറ്റൂർ വഴിയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യമുള്ളത്, മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് തീർച്ചയായിട്ടും 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ട്രാഫിക് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ വഴിക്കൂടെ വന്നാൽ മാത്രം മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ദൂരം കൂടുതലായിട്ട് തോന്നാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ മാത്രമല്ല കുറച്ച് വഴി മോശം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലെ 1 മണിക്കൂറും 20 മിനിറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ യാതൊരുവിധ ബ്ലോക്കിലും പെടാതെ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെല്ലാൻ പറ്റും. അപ്പോൾ ഇനി വരുന്ന ജംഗ്ഷനാണ് കുറുപ്പമ്പടി ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. മലയാറ്റൂർ റോഡിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാലാണ് കോതമംഗലം സൈഡിലേക്ക് പോകുന്നത്. കണ്ടോ, ആ ട്രാവലർ വന്ന വഴിയില്ലേ, കണ്ടോ, ട്രാവലറല്ല, ഒരു എയ്സാണത്, കണ്ടോ. ആ വഴിക്ക് നമുക്ക് കോതമംഗലത്തേക്ക് പോകാം. ഈ വരുന്ന ജംഗ്ഷനാണ് കുറുപ്പമ്പടി ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പെരുമ്പാവൂർ പോകാം. നേരെ പോയി കഴിഞ്ഞാൽ മലയാറ്റൂർ പോകാം. റൈറ്റ് പോയി കഴിഞ്ഞാൽ കോതമംഗലം പോകാം. അപ്പോൾ തീർച്ചയായിട്ടും കോതമംഗലം ഭാഗത്തുനിന്ന് വരുമ്പോൾ കുറുപ്പമ്പടി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ ഈ പോണ സെയിം റൂട്ടിലേക്ക് വരും. കണ്ടോ, ഇതാണ് ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കോതമംഗലാണ്, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ. നമുക്ക് പോകേണ്ടത് നേരെയാണ്, നേരെ കാണുന്ന വഴിക്കായിട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ നേരെ ക്രോസ് ചെയ്ത് പോകണേ. ഇനി ഏകദേശം നമ്മൾ കുറുപ്പമ്പടി ജംഗ്ഷനിൽ നിന്ന് നേരെ 11 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇനി നമുക്ക് തിരിയേണ്ടത്. ഇവിടുന്ന് കൃത്യം 11 കിലോമീറ്റർ കുറിച്ചിലക്കോട് ജംഗ്ഷനാണ് ശരിക്കും വരുന്നത് അടുത്ത് തിരിയേണ്ട സ്ഥലം. പോകുന്ന എല്ലാ വഴികളും തന്നെ എല്ലാ ടേണിങ്ങുകളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും ആർക്കും തെറ്റുപറ്റാൻ യാതൊരുവിധ സാധ്യതയുമില്ല. തീർച്ചയായിട്ടും ഈ വഴി കോതമംഗലം ഭാഗത്ത് നിന്ന് വന്നവർക്ക് 100% നമുക്ക് ഈ വഴി പോകാം. തീർച്ചയായിട്ടും പെരുമ്പാവൂരത്തും കാലടിയിലും ബ്ലോക്ക് ഉണ്ടാവില്ല. 100% ഉറപ്പിലായിട്ട് നമുക്ക് പോകാൻ പറ്റും. മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നവർ ശ്രദ്ധിച്ച് നോക്കിയിട്ട് 1.5 മണിക്കൂറൊക്കെ ട്രാഫിക് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ 1.5 മണിക്കൂർ മൂവാറ്റുപുഴയിൽ നിന്ന് എയർപോർട്ടിലേക്ക് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെരുമ്പാവൂരും കാലടിയും ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെയുള്ളൊരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. ഒട്ടുമിക്ക വീക്കെൻഡിലും അങ്ങനെയുള്ളൊരു അവസരങ്ങൾ വരാറുണ്ട്. നമ്മൾ സാധാരണ വരുമ്പോൾ ഈ വഴി കയറി പോരാറുണ്ട്. അപ്പോൾ ഈ വഴി വരുന്ന ആർക്കും ഒരു വ്യത്യാസം വരാണ്ടിരിക്കാൻ വേണ്ടി എല്ലാ ടേണുകളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് ഐമുറി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമാണ്. എല്ലാ ജംഗ്ഷനുകളും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ. ഒരിക്കലും ആർക്കും തെറ്റുപറ്റാനായിട്ട് യാതൊരുവിധ സാധ്യത തന്നെ ഇല്ല. 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും പോരാവുന്നതാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ വരാൻ പോകുന്നത് അകനാട് പാലമുണ്ടത്. ഒരു ചെറിയ പാലം കയറുന്നുണ്ട്. അകനാട് പാലമാണെന്ന് അറിയപ്പെടുന്നത്. എല്ലായിടത്തും സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും സൈൻ ബോർഡ് ഇടതുവശത്തോ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിയാനുള്ള ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ഒരു കുറിച്ചിലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടുന്ന് നമുക്ക് റൈറ്റാണ് തിരിയേണ്ടത്. റൈറ്റ് തിരിഞ്ഞിട്ട് ഉടനെ തന്നെ ലെഫ്റ്റും തിരിയണം. എന്നിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി വരുന്നത്. തീർച്ചയായിട്ടും റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും എല്ലാ വഴികളും തിരിയേണ്ട എല്ലാ പോർഷനുകളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 10-15 മിനിറ്റോളം ഈ വീഡിയോ വരുന്നുണ്ട്. എല്ലാ ടേണിങ്ങുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്ര നീണ്ടുപോകാനായിട്ടുള്ള കാരണം. തീർച്ചയായിട്ടും എയർപോർട്ടിൽ പോകുന്നുണ്ടവർ 1-2 പ്രാവശ്യം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് തിരിയേണ്ട അടുത്ത ജംഗ്ഷൻ ആവാറായിട്ടുണ്ട്. കുറിച്ചിലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോതമംഗലം ഭാഗത്തു നിന്ന് വന്നവർക്ക് തീർച്ചയായിട്ടും എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഈ വഴി യൂസ് ചെയ്യാം. 100% നമുക്ക് ലാഭമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഒരുവിധ ബ്ലോക്കുകളും കിട്ടില്ല. 100% 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാർ, അതുപോലെ തന്നെ ടൂറിസ്റ്റിനൊക്കെ കൊണ്ടുവരുമ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് സമയത്ത് എയർപോർട്ടിൽ എത്താൻ പറ്റിയൊരു വഴിയാണ്. ഇനി വരുമ്പോൾ ഒരു സൈൻ ബോർഡ് ഉണ്ട്. നമുക്ക് ആ സൈൻ ബോർഡിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വല്ലം പെരുമ്പാവൂർക്ക് പോകാം. അതുപോലെ തന്നെ റൈറ്റ് പോയി കഴിഞ്ഞാൽ പാണങ്കുഴി, കോടനാട് എന്നീ സ്ഥലത്തേക്ക് പോകാം. നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാറ്റൂരും പോകാം. നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷൻ ചെല്ലുമ്പോൾ തന്നെ നേരെയല്ല, ഈ കാണുന്ന ജംഗ്ഷനാണ് കുറിച്ചിലക്കോട് ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് തിരിയേണ്ടത് റൈറ്റിലേക്കാണ് തിരിയേണ്ടത്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ പോകാം. റൈറ്റ് തിരിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റ് തിരിയണം. നേരെ പോയി കഴിഞ്ഞാൽ കോടനാടാണ്, ക്രാരിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് മലയാറ്റൂർ റോഡിലേക്കാണ് നമുക്ക് കയറേണ്ടത്. ഈ റോഡിലേക്ക് തിരിഞ്ഞ് നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കുറിച്ചിലക്കോട് മലയാറ്റൂർ പാലം എന്ന് പറഞ്ഞൊരു പാലം നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം വൈകുന്നേര സമയത്താണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഈ വഴിയിലൂടെ ഉണ്ട്. എന്നിരുന്നാലും എയർപോർട്ടിൽ പോകുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുവിധ ബ്ലോക്കുകളും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യം 100% തന്നെ ഉറപ്പാണ്. കോതമംഗലം ഭാഗത്ത് നിന്നവർക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു കോതമംഗലം ഭാഗത്ത് നിന്നവർക്ക് ഈ വഴിയൊക്കെ മിക്കവാറും കാണപ്പെടായിരിക്കാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. മറ്റുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വരാൻ പോകുന്നതൊരു പാലമാണ്, മലയാറ്റൂർ കുറിച്ചിലക്കോട് പാലമാണ്. ഏകദേശം ഇനി ഇവിടുന്ന് നമുക്ക് കൃത്യം കിലോമീറ്റർ നിങ്ങൾ നോക്കിക്കോ, 9 കിലോമീറ്ററാണ് മറ്റൂർ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്താനുള്ളത്. എയർപോർട്ടിൻ്റെ അടുത്ത് നമുക്ക് മറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൃത്യം ഈ പാലത്തിൻ്റെ അവിടുന്ന് 9 കിലോമീറ്ററാണ് ഉള്ളത്. വളരെ കൃത്യമായിട്ട് തിരിയേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാലം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സൈൻ ബോർഡ് നിങ്ങൾക്ക് കാണാം. നെടുമ്പാശ്ശേരിയിലേക്ക് പോകാനുള്ളൊരു വഴിയാണ് എന്നുള്ളൊരു സൈൻ ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പാലം കഴിയുമ്പോൾ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഒരു സൈൻ ബോർഡ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. 1-2 പ്രാവശ്യം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും എയർപോർട്ടിലേക്ക് സുഖമായിട്ട് ഈ വഴികൂടെ വരാം. ഇവിടെ സൈൻ ബോർഡ് ഉണ്ട്. നേരെ പോയിട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മഞ്ഞപ്ര, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ആലുവയ്ക്ക് പോകാം. കാലടി വഴി ആലുവയ്ക്ക് പോകാം. അതുപോലെ തന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ചെല്ലണ ജംഗ്ഷൻ.
ഇത് മലയാറ്റൂരാണ്. റൈറ്റ് പോയി കഴിഞ്ഞാൽ മലയാറ്റൂർ പള്ളിയിലേക്ക് പോകാം. നമ്മളിവിടെ ഒന്നും നിൽക്കുന്നില്ല, നമ്മളിവിടെ നേരെയാണ് പോകുന്നത്. ഒരു സ്ഥലത്തും നമ്മൾ തിരിയുന്നില്ല. ഏകദേശം കുറച്ച് ചെല്ലുമ്പോൾ നമുക്ക് തിരിയേണ്ട ഒരു സ്ഥലം വരും. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കോളേജാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്, സെൻറ്റ് തോമസ് കോളേജ്. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എത്താൻ പോകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് കൊറ്റമാണ്. ഒരു ചെറിയ പാലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാലമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് തിരിയേണ്ടതായിട്ട് വരുന്നത്. അടുത്ത് വരുന്ന ജംഗ്ഷൻ്റെ പേരാണ് കൊറ്റമം. അത് കഴിഞ്ഞൊരു പാലമുണ്ട്. പാലം കഴിഞ്ഞിട്ട് മേക്കാലടി മറ്റൂർ റോഡിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാവുന്നൊരു വഴിയാണ്. നമുക്ക് എയർപോർട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും സമയം കൈപ്പിടിച്ച് വരാതെ കുറച്ച് നേരത്തെ വരാൻ ശ്രമിക്കുക. അപ്പോൾ എത്ര പോയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ പല വഴികളിലും പല രീതിയിലുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എയർപോർട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും നമുക്ക് 2-3 റൂട്ടുകൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ പേജിൽ ഇതിനു മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് വരുമ്പോൾ നമ്മൾ പെരുമ്പാവൂരൊന്നും ടച്ച് ചെയ്യാത്ത പല വഴികൾ 1-2 വഴികൾ നമ്മൾ ഈ പേജിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പെടാത്തൊരു വേറൊരു വഴിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നൊരു വഴിയാണ്. നമുക്ക് തിരിയേണ്ട വഴി ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. കൊറ്റമ്മൻ ജംഗ്ഷനാണ്. ഇത് കഴിഞ്ഞൊരു പാലൊക്കെ കയറി കഴിയുമ്പോഴാണ് നമുക്ക് തിരിയേണ്ട അടുത്ത ജംഗ്ഷൻ വരുന്നത്. റൈറ്റിലേക്ക് തിരിഞ്ഞ് ഉടനെയാണ് നമുക്ക് ലെഫ്റ്റ് തിരിയണം. ആ സ്ഥലത്തിൻ്റെ വരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മേക്കാലടി. മേക്കാലടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കാം. ഈ ചെറിയ പാലം കഴിഞ്ഞ് കഴിഞ്ഞാണ് നമുക്ക് തിരിയേണ്ടത്. ഇപ്പോൾ കൊറ്റമ്മ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ഇനി പാലം കഴിഞ്ഞ് ഉടനെ തന്നെ ചെല്ലുമ്പോൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാലടിക്ക് പോകുന്ന റൂട്ടാണ്. നമ്മൾ ലെഫ്റ്റ് പോവാതെ തന്നെ ഒരു ചെറിയ സർക്കിൾ പോലെയാണ്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ റൈറ്റ് തിരിഞ്ഞിട്ട് ഉടനെ തന്നെ ലെഫ്റ്റിലേക്കാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്. വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോ കട്ട് ചെയ്യാതെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് പോകാവുന്നതാണ്. നമ്മൾ ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യും. ഉണ്ട് അവിടെ സെൻറ്ററിലൊരു മരമൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് ചെന്ന് ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റിലേക്കാണ് തിരിയുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മേക്കാലടി. മേക്കാലടി ജംഗ്ഷനിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകാൻ പോകുന്നത്. കാറ് വന്ന സ്ഥലം നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്രയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് നേരെ, ഇനി വേറെ ഒരു സ്ഥലത്തും നമുക്ക് തിരിയേണ്ട ആവശ്യമില്ല. ഈ വഴി നേരെ ചെന്ന് നിൽക്കുന്നത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൂർ ജംഗ്ഷനിലേക്കാണ് ഈ വഴി ചെന്നെത്തുന്നത്. നേരെ ചെല്ലുമ്പോൾ ഇനി അടുത്ത് വരുന്നൊരു ജംഗ്ഷൻ്റെ പേര് കൈപ്പട്ടൂർ ജംഗ്ഷൻ എന്നാണ്. കൈപ്പട്ടൂർ ഒരു കപ്പേലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഉണ്ട് അവിടെ സൈൻ ബോർഡ് ഉണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാനുള്ളൊരു സൈൻ ബോർഡ് 1-2 സ്ഥലത്ത് റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വരുന്നവർക്ക് വളരെ സുഖമായിട്ട് കണ്ടുപിടിക്കാം, കാണാൻ പറ്റാവുന്ന രീതിയിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് ചെല്ലാൻ പോണ ജംഗ്ഷനാണ് കൈപ്പട്ടൂർ ജംഗ്ഷൻ. ഉണ്ട് ഒരു കപ്പേലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് നേരെ എങ്ങും തിരിയാനില്ല, നമുക്ക് നേരെ തന്നെ പോകേണ്ടതാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നത് മറ്റൊരു ജംഗ്ഷനിലാണ്. അതായത് പെരുമ്പാവൂർ കാലടിക്ക് കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് തിരിയേണ്ട ആ ഒരു ജംഗ്ഷൻ്റെ പേരാണ് മറ്റൂർ ജംഗ്ഷൻ. ആ ജംഗ്ഷനിലേക്കാണ് നമ്മുടെ ഈ പാരലായിട്ടുള്ള ഈ വഴി ചെന്നെത്തുന്നത്. വേറെ എങ്ങും തിരിയാനില്ല. ഈ വഴിയൊക്കെ വളരെ തിരക്ക് കുറഞ്ഞിട്ടുള്ള വഴിയാണ്. ഈ ഈവനിങ്ങിലാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചറിയാം, ഇതിനകത്ത് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡേറ്റും സമയവും വരെ ഉണ്ട്. നമ്മുടെ വണ്ടി പോയ റൂട്ടിലുള്ള ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈകുന്നേര സമയത്താണ് നമ്മൾ പോയത്. അപ്പോൾ ഉള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് കാണാവുന്നതാണ്. ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം, നമ്മൾ പല രീതിയിലും നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് കാലടി ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഹെവി ട്രാഫിക്കിൽ പല പ്രാവശ്യം പെട്ടിട്ടുണ്ട്. 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ കാലടിയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട ദിവസങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എയർപോർട്ടിലേക്ക് വരുന്നവർ, സമയം കൈപ്പിടിച്ച് വരുന്നവർ തീർച്ചയായിട്ടും ബ്ലോക്കിൽ കാത്തു നിൽക്കാതെ ബ്ലോക്കില്ലാത്ത വഴികൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. നമ്മൾ വരുന്നത് ഇതാണ് മറ്റൂർ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലുള്ള ഒരൊറ്റ തിരക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വളരെ സിമ്പിളായിട്ട് ചെല്ലാൻ പറ്റും. കേട്ടോ, ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്കമാലിക്കാണ് പോകേണ്ടത്. നമുക്ക് അങ്കമാലിക്കല്ല പോകേണ്ടത്, നമുക്ക് ലെഫ്റ്റാണ് ഇവിടുന്ന് പോകേണ്ടത്. ഇനി നമ്മളിവിടെ ലെഫ്റ്റ് തിരിയാനാണ് പോകുന്നത്. ഈ വഴി നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഈ വഴി ലെഫ്റ്റ് കൃത്യം ഒരു 4-5 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നേരെ എയർപോർട്ടിൻ്റെ അടുത്തേക്കാണ്. വേറെ ഒരു തിരിവും കാര്യങ്ങളൊന്നുമില്ല. ഈ വഴിയൊക്കെ എയർപോർട്ടിൽ വരുന്നവർക്ക് സുപരിചിതമായിരിക്കും, എല്ലാവർക്കും അറിയാവുന്നൊരു വഴിയായിരിക്കും ഇത്. ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ എടുത്തെടുത്ത് പറയാണ്, മൂവാറ്റുപുഴയിൽ നിന്ന് വരുമ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാപ്പിൽ കാണിക്കണമെങ്കിൽ 100% നിങ്ങൾക്ക് ഈ വഴി ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോതമംഗലം ഭാഗത്ത് വന്നവർക്ക് 100% മാപ്പിലും നോക്കണ്ട, ഒന്നിലും നോക്കണ്ട. നിങ്ങൾക്ക് ഈ വഴി ചൂസ് ചെയ്ത് പോന്നാൽ തീർച്ചയായിട്ടും പെരുമ്പാവൂരും കാലടിയിലും ബ്ലോക്ക് നിങ്ങൾക്ക് ഒഴിവാക്കി സുഖമായിട്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും. അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റൊരു ജംഗ്ഷനിൽ വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ ഉണ്ട്, ഈ വീഡിയോയിൽ കണ്ടോ,
ഒരു ഹെവി ആയിട്ടുള്ളൊരു ടേണിംഗ് ഉണ്ട്. ഈ ടേണിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ സി ക്ലാസ് കടകളുണ്ട്. ഏകദേശം ഒരു പച്ചക്കറി കടയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് ചക്ക അവിടെ മേടിക്കാൻ കിട്ടും. നല്ല സൂപ്പർ ചക്ക നിങ്ങൾക്ക് ഗൾഫിലേക്ക് പോകണവരുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. അതായത് ഏകദേശം മറ്റൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇടതുവശത്തുള്ളൊരു കടയിൽ. ഈ കൃത്യം ഞാൻ ഈ പറഞ്ഞ ആ സ്ഥലത്തുള്ള കടയിൽ നമുക്ക് ചക്ക വാങ്ങാൻ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങിക്കൊണ്ടുപോകാം. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് എയർപോർട്ടിൻ്റെ പരിസരം നമ്മൾ അടുക്കാറായി. ഇത് ചെത്തിക്കോട് സെൻറ്റ് ജോസഫ് ചർച്ച്, ഒരു കത്തോലിക്സ് പള്ളി കണ്ടു നിങ്ങൾ ഇടതുവശത്ത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞൊരു അടിപൊളി ഹോട്ടലുണ്ട്. ഒരു ചേട്ടനും ചേച്ചി നടത്തുന്നതാണ്. ഇച്ചിരി പ്രായമുള്ള അടിപൊളി ഫുഡാണ്. രാവിലത്തെ ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡാണ്. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കയറി ചായയും നല്ല അടിപൊളി പുട്ടും കടലൊക്കെ കഴിക്കാം. നായത്തോട് ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടതുവശത്ത് കാണാനുണ്ടോ? ഈ ഇടതുവശത്ത് ബേക്കേഴ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സ്ഥാപനം തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷേ അടിപൊളി ഷവർമയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാസഞ്ചറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് അവിടെ നിന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം എയർപോർട്ടിലേക്ക് എത്താനായിട്ട് ഇനിയും 1-2 മിനിറ്റിനുള്ളിൽ നമ്മൾ എയർപോർട്ടിലെത്തും. കണ്ടോ, ഇതിപ്പോൾ എയർപോർട്ടിൻ്റെ നേരെ പുറത്തേക്ക് വരുന്ന ആ വഴിയാണ്. ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിൻ്റെ എൻട്രിയാണ്. നേരെ കണ്ടോ, ഇപ്പോൾ എയർപോർട്ടിലെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറിയത്. ഫസ്റ്റ് കാണുന്ന റൗണ്ടിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിയുക. ഇനി നേരെ ചെല്ലുമ്പോൾ ലെഫ്റ്റിൽ കാണുന്നതാണ് ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് പോകുന്ന വഴി. അപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ മാപ്പിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി വരാം. രണ്ടാമത് കോതമംഗലം ഭാഗത്ത് വരുമ്പോൾ 100% കണ്ണടച്ച് നിങ്ങൾക്ക് ഈ വഴി വരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബ്ലോക്കിലും പെടാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സേഫായിട്ട് എത്താൻ പറ്റുന്നൊരു വഴിയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക്